മണ്ണാർക്കാട് വക്കാടംപുറം കരുവാരക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും 1 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും മണ്ണാർക്കാട് പോലീസ് പിടികൂടി. കരുവാരക്കാട് തുമ്പക്കണ്ണി റോഡിൽ റബ്ബർത്തോട്ടത്തിൽ പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നുമാണ് 67,500 പാക്കറ്റ് ഹാൻസും 1,30,770 വിമൽ, 2,548 തമ്പാക്ക് എന്നിവയും. ഹാൻസും വിമലും നിർമ്മിക്കുന്ന മെഷീനറികളും ചാക്കുകളിലാക്കി പാക്ക് ചെയ്യുന്ന മെഷീനും 700 കിലോ അസംസ്കൃത വസ്തുക്കളും മണ്ണാർക്കാട് പോലീസ് പിടിച്ചെടുത്തത്. ശനിയാഴ്ച വൈകിട്ടാണ് പോലീസ് പരിശോധന നടത്തിയത്. സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ 31-കാരൻ പ്രകാശ്, 39-കാരൻ ഘനശ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതെന്ന് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു. 4:30 മണിയോടുകൂടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാക്കടപ്പുറം എന്നുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലുള്ള ഈ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി, വളരെ ഉയരത്തിൽ കെട്ടിയ കോമ്പൗണ്ട് വാളാണ്. അതിന് മുകളിൽ കമ്പിവേലിയും കെട്ടിയ ഒരു ഉള്ളിലുള്ള ഒരു ഗോഡൌണിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഏകദേശം 75,000 പാക്കറ്റ് ഹാൻസ്, കൂടാതെ തന്നെ 800ഓളം കിലോ അസംസ്കൃത വസ്തുക്കളെ, ഹാൻസ് നിർമ്മാണത്തിന് വേണ്ട 2 മെഷീനറികളെ തുടങ്ങിയ മണ്ണാർക്കാട് പോലീസ് ഇപ്പോൾ സീസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ 2 രാജസ്ഥാൻ സ്വദേശികളായ ാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. മറ്റുള്ള മലയാളികളാണ് ഇതിന് ഓണർമാർ എന്നാണ് ഇപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരം. അവർക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് CI രാജേഷ്, പ്രൊബേഷണൽ SI സുനിൽ, ASIമാരായ ശ്യാംകുമാർ, സീന, SCPOമാരായ അഷ്റഫ്, വിനോദ്, മുബാറക് അലി, CPOമാരായ റംഷാദ്, കൃഷ്ണകുമാരൻ, ഹേമന്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സഹദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്.